കനത്ത മഴയിൽ തോട്ടുപാലത്തിന്റെ സൈഡ് ഭിത്തി തകർന്നു. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂരിൽ നിന്നും തെക്കുമുറി ആറാട്ടുകടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അത്തിപ്പറ്റ പാടശേഖരത്തിന് സമീപത്തുള്ള തോടിന്റെ ഭിത്തിയാണ് തകർന്നു കിടക്കുന്നത്. ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 1999-2000 കാലഘട്ടത്തിലാണ് ഇതുവഴി റോഡ് പുതുക്കി പണിതപ്പോൾ പാലത്തിന്റെ ഇരുവശത്തും വീതി കൂട്ടി സ്ലാബുകൾ നിർമ്മിച്ചത്. പ്രളയത്തിനു ശേഷം ആദ്യമായാണ് ഇത്തവണ പാടശേഖരത്തിൽ റോഡിനു മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോയതും തോട് കരകവിഞ്ഞു പോയതും. ഇതാണ് കല്ലുകൾ ഇളകി പാലത്തിന്റെ സൈഡ് ഭിത്തി തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ തെക്കുമുറി ഗ്രാമം ഒറ്റപ്പെടും എന്നും പ്രദേശവാസിയും റിട്ടയർഡ് അധ്യാപകനുമായ അത്തിപ്പറ്റ വാസുദേവൻ പറഞ്ഞു. തകർന്ന വിവരം കിട്ടിയ ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി ഗതാഗതം നിരോധിച്ചു. അതിനായി രണ്ടു ഭാഗത്തും സൂചനാ ബോർഡുകളും വെച്ചിട്ടുണ്ട്. അത്തിപ്പറ്റ തെക്കുമുറി ആറാട്ടുകടവ് കാമ്പ്രം ഭാഗത്തേക്കുള്ള ഏക മാർഗമാണിത്. നിരവധി ചെറുവാഹനങ്ങളും വലിയ വാഹനങ്ങളും അടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പൊതുപ്രവർത്തകനായ നിസാർ തെക്കുമുറി ആവശ്യപ്പെട്ടു. ഒരുപാട് ആറാട്ടുകടവ്, അതുപോലെ തന്നെ തെക്കുമുറി, കൊടയക്കാട്, മാങ്ങോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ, വെള്ളിനേഴി ഗവൺമെൻറ് ഹൈസ്കൂൾ പോലത്തെ ഒട്ടനവധി വിദ്യാർത്ഥികളും പിന്നെ ആശുപത്രിയുമായി പോകുന്ന ഒരുപാട് രോഗികളൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ നാഗകന്യക ക്ഷേത്രത്തിൽ ഒരുപാട് വിശ്വാസികൾ വരുന്ന റോഡാണ്. അത് എത്രയും വേഗം ഇത് നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് നന്നാക്കി തരണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുപ്രവർത്തകരായ ഞങ്ങളൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും വേഗം അടിയന്തരമായിട്ട് കാർഷിക മേഖലയിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗതാഗതമല്ലാതെ കിടക്കുന്ന ഒരുപാട് റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീടുകൾക്ക് പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. അത്തരം മേഖലകളിലെല്ലാം ഞങ്ങൾ ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഒരു നാട്ടുകാരൻ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും പാലത്തിന്റെ തകർന്ന ഭാഗത്തിന് എതിർവശത്ത് റോഡ് ചെറുതായി താഴ്ന്നു പോയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുവാഹനങ്ങളുടെ യാത്രയും അപകടകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പാലം നന്നാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസത്തെ മഴയില് പൊളിഞ്ഞ പാലാണിത്. വെള്ളം ഒന്നായിട്ട് മേലിന്ന് വന്നിട്ട് ഈ റോഡിന്റെ ഒരു രണ്ടാൾക്ക് വരെയുള്ള ഈ റോഡിന്റെ മീതെ കൂടി വെള്ളം മറിഞ്ഞു പോയതാണ്. അതിനിടയ്ക്കാണ് ഈ പാലം തകർന്നത്. പാലം ഏകദേശം 2000 നബാർഡിന്റെ സമയത്ത് പണിയെടുത്ത പാലാണ്. ആ ഭാഗം തകർന്നു. ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്തിൽ ഒന്നുമില്ല, വെറും കമ്പി മാത്രമേ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ മണ്ണുകൊണ്ടാണ് ആ പാലം അവിടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ പാലം പൊളിച്ച് പുതിയൊരു പാലം ഉണ്ടാക്കേണ്ടത് ഈ നാടിൻ്റെ അത്യാവശ്യ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. നിലവിൽ പാലം അപകടാവസ്ഥയിലാണെന്നും വാഹനങ്ങൾ കടന്നുപോയാൽ പാലം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് രേഖാമൂലം റിപ്പോർട്ട് നൽകിയതായി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സഹീർ അറിയിച്ചു. പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പാലത്തിന്റെ അവസ്ഥയും മറ്റു ബന്ധപ്പെട്ട ഉന്നതാധികാരികൾക്ക് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പറഞ്ഞു. CCN ചെത്തല്ലൂർ.